ഉറക്കത്തിലാ അമ്മേ. ഉണരുമ്പോ എന്നെ തിരക്കുമായിരിക്കും. അവൾക്ക് 24 മണിക്കൂറും നിന്റെ ഓർമ്മ തന്നെയാ. കൊച്ചു കുഞ്ഞല്ലേ അവള്. ആ അത് പോട്ടെ. നാളെ വിരുന്നിന് വീട്ടിൽ നിന്ന് എല്ലാവരും എത്തില്ലേ? ശരി. അച്ഛമ്മയും മറ്റുള്ളവരെ ഒന്നും കാണാൻ നിൽക്കുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. അല്ല ജഗ, ഇന്നിനി പോണം. ഇപ്പൊ തന്നെ സമയം 11:30. നേരം വിളക്കാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. ഇല്ലച്ചാ, ഞങ്ങൾ വരുന്നത് അവിടെ ആരും അറിഞ്ഞിട്ടില്ല. പോയിട്ട് നാളെ വരാം. വെറുതെ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ടല്ലോ. എന്ത് പ്രശ്നം? അതൊന്നും സാരമില്ല. എങ്കിൽ പിന്നെ ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇവിടെ കിടന്നിട്ട് നാളെ ചടങ്ങും കഴിഞ്ഞ് പോയാ പോരെ മോളെ? അതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നുന്നത്. രാത്രി വെറുതെ കിടന്ന് വണ്ടി ഓടിക്കണ്ടല്ലോ. അതൊക്കെ വലിയ പ്രശ്നമാവും. എന്താ മോളെ ഇത്? ഒരു പ്രശ്നമില്ലെന്ന് ജഗം പറഞ്ഞില്ലേ? ഇനിയിപ്പോ രാത്രി യാത്ര വേണ്ട. ചന്ദ്രു, അവർക്ക് മുറി കാണിച്ചു കൊടുക്ക. വാ മോളെ. വന്ദനമ്മേ, ജഗനാങ്കുഞ്ഞ് എന്തിനാ താഴെ കിടത്തിയേ? അതേ, അങ്കിള് താഴെ കിടന്നൊന്നുമല്ല. മോളുടെ വന്ദനാമ്മ ഉറക്കത്തിൽ അങ്കിളിനെ ചവിട്ടി താഴെ ഇട്ടതാ. എന്തിനാ വന്ദനമ്മ അങ്കിളിനെ ചവിട്ടി താഴെ ഇട്ടത്? അങ്കിള് പാവല്ലേ? നോക്കട്ടെ, ഇന്നലെ രാത്രി ഐസ്ക്രീം കഴിച്ചിട്ട് തൊണ്ടയ്ക്ക് വല്ല പ്രശ്നമുണ്ടോന്ന്. ചുമയുണ്ടോ മോൾക്ക്? അവൾക്ക് ഒരു കുഴപ്പമില്ല. അതാ നോക്കിയ. മോളെ, അങ്കിള് ചോദിക്കട്ടെ. അതേ, ഇന്നലെ രാത്രി നമ്മൾ കറങ്ങാൻ പോയത് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു അങ്കിളെ, പൊളി. ആഹാ, പുതിയ വാക്കൊക്കെ പഠിച്ചല്ലോ. എങ്കിൽ നമുക്കിന്നും അതില് അടിപൊളി ഔട്ടിങ്ങിന് പോയേക്കാം. കൂട്ടത്തിൽ നമുക്കൊരു സിനിമയും കാണാം. വന്ദനമ്മേ, ഇന്ന് നമ്മൾ കറങ്ങാൻ പോകുമ്പോ ഇന്നലെ കുടിച്ച ഐസ്ക്രീം വേണ്ട കേട്ടോ. ഇന്ന് കറങ്ങാനൊന്നും പോകുന്നില്ല. നീ നമുക്ക് സങ്കടമായി. സാരമില്ല, അമ്മ ഇങ്ങനെ വെറുതെ പറയുന്നതാ. വൈകിട്ട് നമുക്ക് പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ടുവരാം. എന്താ, അതുപോലെ? അതെ, പുറത്തു പോകുന്നെങ്കിൽ ഞാനും മോളും കൂടെ പോയിക്കോളാം. ഞങ്ങൾക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട. അത് വേണ്ട, ജഗനങ്ങളും വേണം. പ്ലീസ് അമ്മേ, ജഗനങ്ങളും കൂടി വരട്ടെ. ജഗനങ്ങളില്ലെങ്കിൽ ഒരു രസവും ഇല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദീ എന്റെ മോളാ, എന്റെ മാത്രം മോള്. അവളുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം എടുക്കരുത്. അതെനിക്കിഷ്ടമല്ല. ഇന്നലെ രാത്രി കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോണെന്ന് വാശി പിടിച്ചത് ജഗനാണ്. അതാ അവൾ ഇന്നും പോണെന്ന് നിർബന്ധം പിടിക്കുന്നത്. അത് കൊള്ളാം. പുറത്തു പോണെന്ന് വാശി പിടിച്ചത് ദിയമോളല്ലേ?
മോള് വാശി പിടിച്ചപ്പോ കൊച്ചു കുഞ്ഞല്ലേ അത് നടത്തി കൊടുക്കാന്ന് വിചാരിച്ചതാണോ തെറ്റ്? എനിക്കത് ഇഷ്ടമല്ലെങ്കിലോ? ഇവിടെ ദിയമോളുടെ ഇഷ്ടം വേണ്ട നമ്മൾ നോക്കാൻ. കരഞ്ഞ് നിലവിളിച്ചിരുന്ന ദിയമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇന്നലെ രാത്രി നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങി തിരിച്ചത്. എനിക്ക് നിങ്ങളുടെ ഉള്ളിലിരിപ്പൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഭർത്താവിന്റെ റോള് കളിക്കാൻ എന്റെ മകളെ കരുവാക്കാൻ നോക്കുക നിങ്ങള്. ജഗ, ഒരു കാര്യം ആലോചിച്ചോ, എനിക്ക് ജന്മത്തിൽ നിങ്ങളെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല. അതെ, അറിയാം. ദിയമോളുടെ സന്തോഷമാണ് വന്ദനയുടെ സന്തോഷം. വന്ദനയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഈ സന്തോഷം കാണാനാ ഞാൻ ജീവിക്കുന്നത് തന്നെ.